ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മൾ ഇതുവരെ പറഞ്ഞത് റേഷ്യോ അനാലിസിസിലെ കുറച്ച് റേഷ്യോസൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു, പിന്നെ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ ആണ്. ആദ്യം നമ്മൾ ചെയ്യുന്നത് ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ എന്ന് പറയുന്നത് ടേൺ ഓവർ റേഷ്യോസിലെ ആക്ടിവിറ്റി റേഷ്യോസിലെ മൂന്നാമതായിട്ട് പറയുന്ന റേഷ്യോ ആണ്. ആക്ടിവിറ്റി റേഷ്യോസ് എന്നുള്ള ഹെഡിൽ അല്ലെങ്കിൽ ടേൺ ഓവർ റേഷ്യോസ് എന്നുള്ള ഹെഡിൽ മൂന്നാമതായിട്ട് ഡിസ്കസ് ചെയ്യുന്ന റേഷ്യോസാണ് ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ. ബ്രാക്കറ്റിലെ ക്രെഡിറ്റേഴ്സ് വെലോസിറ്റി ആണ് മൂന്നാമതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ ഈസ് കാൽക്കുലേറ്റഡ് ബൈ ഡിവൈഡിങ് ക്രെഡിറ്റ് പർച്ചേസസ് ബൈ ആവറേജ് അക്കൗണ്ട്സ് പേയബിൾ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ദിസ് റേഷ്യോ ഇൻഡിക്കേറ്റ്സ് ദ പീരീഡ് ഓഫ് ക്രെഡിറ്റ് അലൗഡ് ബൈ ക്രെഡിറ്റേഴ്സ് ഇൻ മേക്കിംഗ് പേയ്മെൻറ്റ് ഓഫ് ക്രെഡിറ്റ് പർച്ചേസ്. നമ്മൾ ക്രെഡിറ്റായിട്ട് പർച്ചേസ് ചെയ്യുന്ന പ്രോഡക്റ്റുകൾക്ക് ആ ക്രെഡിറ്റ് പർച്ചേസ് നടത്തുമ്പോൾ നമുക്ക് അലോ ചെയ്യുന്ന പീരീഡിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, ക്രെഡിറ്റ് പീരീഡ് എന്ന് പറയുന്നത്. അതിൻ്റെ ആ പീരീഡ് അലോ ചെയ്യുന്ന റേഷ്യോ അല്ലെങ്കിൽ അത് പഠിക്കുന്ന റേഷ്യോനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ എന്ന് പറയുന്നത്. എ ഹൈ റേഷ്യോ ഇൻഡിക്കേറ്റ്സ് ലോവർ പീരീഡ് ഓഫ് ക്രെഡിറ്റ് അലൗഡ് ബൈ ക്രെഡിറ്റേഴ്സ്. ഹൈ റേഷ്യോ എന്ന് പറയുമ്പോൾ അത് ചെറിയ പീരീഡാണ് നമുക്ക് അലോ ചെയ്യുന്നത്. അപ്പോൾ ഹൈ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ പീരീഡാണ് നമുക്ക് അലോ ചെയ്യുന്നത്. എ ലോ റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്, കൂടിയ പീരീഡ്, നല്ല ക്രെഡിറ്റ് പീരീഡ് നമുക്ക് അലോ ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴും ഇൻ്റർപ്രിട്ടേഷൻ നോക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഹൈ റേഷ്യോ ആണെങ്കിൽ നമുക്ക് ചെറിയ പീരീഡേ ഉള്ളൂ, വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, എമൗണ്ട് പേ ചെയ്യേണ്ടി വരും. നമുക്ക് പ്രത്യേകിച്ച് തിരിച്ചടവ് വളരെ പെട്ടെന്ന് തന്നെ വേണ്ടി വരും എന്നുള്ളതാണ് അതിൻ്റെ കാര്യം. അതേസമയം എന്താണ്, ഹൈ റേഷ്യോ ആണ് നമുക്ക് ലോ പീരീഡ് ആണെങ്കിൽ. ലോ റേഷ്യോ എന്ന് പറയുന്നത് ഹൈ പീരീഡ്, കുറച്ചുകൂടി സമയം കൂട്ടി കിട്ടുന്ന പീരീഡിനെയാണ് നമ്മൾ ലോ പീരീഡ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അതിൻ്റെ ഇക്വേഷനിലേക്ക് പോവാം. ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ ഈസ് ഈക്വൽ ടു ക്രെഡിറ്റ് പർച്ചേസസ് ഡിവൈഡഡ് ബൈ ആവറേജ് അക്കൗണ്ട്സ് പേയബിൾ. ക്രെഡിറ്റ് പർച്ചേസ് എങ്ങനെ കണ്ടുപിടിക്കാം? ഇപ്പോൾ ഇതിൽ രണ്ട് ഇൻഗ്രീഡിയൻസ് ആണുള്ളത്, ഒന്ന് ക്രെഡിറ്റ് പർച്ചേസും മറ്റൊന്ന് ആവറേജ് അക്കൗണ്ട്സ് പേയബിൾ. ആ ക്രെഡിറ്റ് പർച്ചേസ് കാണാനുള്ള ഇത് നേരത്തെ പോലെ ക്രെഡിറ്റ് സെയിൽസ് കാണുന്ന പോലെ തന്നെ ടോട്ടൽ സെയിൽസ് മൈനസ് ക്യാഷ് പർച്ചേസ് ആണ്, അല്ലെങ്കിൽ ടോട്ടൽ പർച്ചേസസ് മൈനസ് ക്യാഷ് പർച്ചേസ് ആണ് ക്രെഡിറ്റ് പർച്ചേസ് കാണാനുള്ള ഇക്വേഷൻ. ക്രെഡിറ്റ് പർച്ചേസ് ഈസ് ഈക്വൽ ടു ടോട്ടൽ പർച്ചേസ് മൈനസ് ക്യാഷ് പർച്ചേസ്. Then average accounts payable is equal to opening accounts payable plus closing accounts payable divided by 2. ഓപ്പണിങ്ങും ക്ലോസിങ്ങും കൂടി ചേർത്ത് രണ്ടുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ആവറേജ് അക്കൗണ്ട്സ് പേയബിൾ കിട്ടും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ റേഷ്യോ. ഞാനൊന്നുകൂടി പറയാം. ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ ഈസ് ഈക്വൽ ടു ക്രെഡിറ്റ് പർച്ചേസസ് ഡിവൈഡ് ബൈ ആവറേജ് അക്കൗണ്ട്സ് പേയബിൾ. ഇനി നേരത്തെ നമ്മൾ എന്താ പറയുക, ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോയിൽ പറഞ്ഞ പോലെ തന്നെ ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ പഠിച്ചാൽ ആവറേജ് കളക്ഷൻ പീരീഡ് പഠിച്ചു, ആവറേജ് ഏജ് ഓഫ് സ്റ്റോക്ക് പഠിച്ചു നേരത്തെ. അതുപോലെ തന്നെ ഇവിടെ എന്താണ്, പേയ്മെൻറ്റ് പീരീഡ് എത്രയാണ്, ആവറേജ് പേയ്മെൻറ്റ് പീരീഡ് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ആവറേജ് പേയ്മെൻറ്റ് പീരീഡ് എന്ന് പറയുന്നത് എത്ര സമയമാണ് നമുക്ക് കമ്പനിക്ക് പേയ്മെൻറ്റ് അടയ്ക്കാനുള്ള സമയം കിട്ടുന്നത്. ആവറേജ് പേയ്മെൻറ്റ് പീരീഡ് ഈസ് ഈക്വൽ ടു 365 ഡിവൈഡ് ബൈ CTR, അല്ലെങ്കിൽ ക്രെഡിറ്റ് നേരത്തെ ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോൻ്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ തന്നെ 365 ഡിവൈഡ് ബൈ DTR എന്ന് പറഞ്ഞ പോലെ ഇവിടെ നമ്മൾ പറയുന്നത് എന്താണ്, ഈ ആവറേജ് പേയ്മെൻറ്റ് പീരീഡ് ഈസ് ഈക്വൽ ടു 365 ഡിവൈഡ് ബൈ ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ. ഇനി വേണമെങ്കിൽ നമുക്ക് ആവറേജ് പേയ്മെൻറ്റ് ഡയറക്റ്റ് ആയിട്ടും കണ്ടുപിടിക്കാം. ആവറേജ് പേയ്മെൻറ്റ് പീരീഡ് ഈസ് ഈക്വൽ ടു ആവറേജ് അക്കൗണ്ട്സ് പേയബിൾ ഡിവൈഡഡ് ബൈ ക്രെഡിറ്റ് പർച്ചേസസ് ഹോൾ ഇൻറ്റു 365. ഞാനൊന്നുകൂടി പറയാം. ഇത് നമുക്ക് നേരിട്ട് ഇതിലേക്ക് പോവാം, ടോപ്പിക്കിലേക്ക് പോവാം, അല്ലെങ്കിൽ പേയ്മെൻറ്റ് പീരീഡിലേക്ക് പോവാം. ആവറേജ് പേയ്മെൻറ്റ് പീരീഡ് ഈസ് ഈക്വൽ ടു ആവറേജ് അക്കൗണ്ട്സ് പേയബിൾ ഡിവൈഡഡ് ബൈ ക്രെഡിറ്റ് പർച്ചേസസ് ഹോൾ ഇൻറ്റു 365 എന്നുള്ള പോയിന്റിലേക്ക് നമുക്ക് പോവാം. അങ്ങനെയും ചെയ്യാം. ഇനി നമുക്കൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പേജ് നമ്പർ 275 ഇല്ലസ്ട്രേഷൻ 13 ആണ്. പേജ് നമ്പർ 275 13ാമത്തെ ഇല്ലസ്ട്രേഷനാണ്. ഞാനിവിടെ ക്വസ്റ്റ്യൻ വായിക്കാം, കുട്ടികൾ ശ്രദ്ധിക്കുക. കാൽക്കുലേറ്റ് പേയ്മെൻറ്റ് പീരീഡ് ഫ്രം ദ ഫോളോയിങ് ഡാറ്റ. പേയ്മെൻറ്റ് പീരീഡ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓപ്പണിംഗ് ക്രെഡിറ്റേഴ്സ് 1,20,000, ക്ലോസിംഗ് ക്രെഡിറ്റേഴ്സ് 90,000,
ബിൽസ് പേയബിൾ ഓപ്പണിങ് 30,000, ക്ലോസിംഗ് ബിൽസ് പേയബിൾ 40,000. അപ്പോൾ ഇവിടെ ആദ്യം തന്നിട്ടുള്ള 4 പോയിൻറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് ആവറേജ് അക്കൗണ്ട്സ് പേയബിൾ കാണാനുള്ള ഡീറ്റെയിൽസ് ആണ്. ടോട്ടൽ പർച്ചേസസ് 10 lakhs, റിട്ടേൺ ഔട്ട്വേർഡ്സ് 20,000, ക്യാഷ് പർച്ചേസസ് 1,40,000. ടേക്ക് 360 days in a year. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഒരു വർഷത്തേക്കാണ് നമ്മൾ 365 ദിവസം എടുക്കുന്നത്. നമ്മൾ എന്തെടുത്താൽ മതി? 365 ദിവസം എടുക്കേണ്ട കാര്യമില്ല. അങ്ങനെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ 365 ദിവസത്തിന് പകരം 360 ദിവസമാണ് എടുക്കുക. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഒരു വർഷം എന്ന് പറഞ്ഞാൽ എത്ര എടുക്കണം? 360 ദിവസമായിട്ട് എടുക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഒന്നുകൂടി വായിക്കാം. കാൽക്കുലേറ്റ് പേയ്മെൻറ്റ് പീരീഡ് ഫ്രം ദ ഫോളോയിങ് ഡാറ്റ. ഓപ്പണിംഗ് ക്രെഡിറ്റേഴ്സ് 1,20,000, ക്ലോസിംഗ് ക്രെഡിറ്റേഴ്സ് 90,000, ഓപ്പണിംഗ് ബിൽസ് പേയബിൾ 30,000, ക്ലോസിംഗ് ബിൽസ് പേയബിൾ 40,000, ടോട്ടൽ പർച്ചേസസ് 10 lakhs, റിട്ടേൺ ഔട്ട്വേർഡ്സ് 20,000, ക്യാഷ് പർച്ചേസസ് 1,40,000. ടേക്ക് 360 days in an year. 360 ദിവസം ഒരു വർഷമായിട്ട് നമ്മൾ പരിഗണിക്കുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കിനി നേരിട്ട് പ്രോബ്ലത്തിലേക്ക് പോവാം. ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആവറേജ് പേയ്മെൻറ്റ് പീരീഡാണ്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ആവറേജ് പേയ്മെൻറ്റ് പീരീഡാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആവറേജ് പേയ്മെൻറ്റ് പീരീഡ് ഇവിടെ 360 ആണെന്ന് പറഞ്ഞിട്ടുള്ളത്. ഒരു വർഷത്തേക്ക് 360 ഡിവൈഡ് ബൈ ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ CTR. ഒന്നുകൂടി പറയാം. ആവറേജ് പേയ്മെൻറ്റ് പീരീഡ് ഈസ് ഈക്വൽ ടു 360 ഡിവൈഡ് ബൈ ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ, ദാറ്റ് ഈസ് CTR അല്ലേ. തന്നെ നമുക്ക് CTR വേണ്ടി വരും. അങ്ങനെ ഡയറക്റ്റായിട്ട് കാണാം. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. CTR ഈസ് ഈക്വൽ ടു നമുക്കറിയാം ക്രെഡിറ്റ് പർച്ചേസസ് അല്ലേ. ക്രെഡിറ്റ് പർച്ചേസസ് ഡിവൈഡഡ് ബൈ ആവറേജ് അക്കൗണ്ട്സ് പേയബിൾ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ക്രെഡിറ്റ് പർച്ചേസ് ഈസ് ഈക്വൽ ടു ടോട്ടൽ പർച്ചേസ് എത്രയാണ്? നമ്മുടെ ടോട്ടൽ പർച്ചേസ് എന്ന് പറയുന്നത് ഇതിൽ ടോട്ടൽ പർച്ചേസ് തന്നിട്ടുണ്ട് 10 lakhs, റിട്ടേൺ തന്നിട്ടുണ്ട്, ക്യാഷ് പർച്ചേസ് തന്നിട്ടുണ്ട് അല്ലേ. സാധാരണ നമ്മൾ ഈ 10 lakhsൽ നിന്ന് എന്ത് മാത്രം കുറച്ചാൽ മതി? ക്യാഷ് സെയിൽസ് മാത്രം കുറച്ചാൽ മതി. പക്ഷെ ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ റിട്ടേൺ തന്നിട്ടുണ്ട്, ഗുഡ്സ് റിട്ടേൺ ചെയ്തിട്ടുണ്ട്. റിട്ടേൺ ചെയ്തിട്ടുള്ള ഗുഡ്സ് എന്ന് പറയുന്നത് റിട്ടേൺ ഔട്ട്വേർഡ്സ് 20,000 ആണ് പറഞ്ഞിട്ടുള്ളത്. 20,000 ആണ്. പിന്നെ നമ്മുടെ ക്യാഷ് സെയിൽസ് ക്യാഷ് പർച്ചേസ് 1,40,000 ആണ്. അപ്പോൾ 10 lakhൽ നിന്ന് നമ്മൾ 1,40,000 പ്ലസ് വേണമെങ്കിൽ എങ്ങനെ എഴുതാം? 1,40,000 പ്ലസ് 20 1,60,000. അപ്പോൾ 8,40,000 വരും. 8,40,000 ആണ് നമ്മുടെ ക്രെഡിറ്റ് പർച്ചേസ്. 8,40,000. ഇനി നമുക്ക് ആവറേജ് അക്കൗണ്ട്സ് ശരിയാണ്. നമുക്കിനി ആവറേജ് അക്കൗണ്ട്സ് പേയബിൾ ഈസ് ഈക്വൽ ടു ഓരോന്ന് 2 ഐറ്റം വീതം തന്നിട്ടുണ്ട്. ക്രെഡിറ്റേഴ്സും അതുപോലെ തന്നെ നമുക്ക് ഓപ്പണിംഗ് ക്രെഡിറ്റേഴ്സും ഓപ്പണിംഗ് BPയും തന്നിട്ടുണ്ട്. 1,20,000 ആണ് ഓപ്പണിംഗ് ക്രെഡിറ്റേഴ്സ്. ഓപ്പണിംഗ് BP എന്ന് പറയുന്നത് 30,000 ആണ്. പ്ലസ് ക്ലോസിംഗ് ക്രെഡിറ്റേഴ്സ് ഈസ് ഈക്വൽ ടു 90,000 പ്ലസ് ക്ലോസിംഗ് BP ദാറ്റ് ഈസ് 40,000.
40,000. അപ്പോൾ 1,20,000 പ്ലസ് 30, 1,50,000. Then 90,000 plus 40,000, then 1,30,000. അപ്പോൾ 1,50,000 പ്ലസ് 1,30,000 എന്ന് പറയുമ്പോൾ 2,80,000 ഡിവൈഡ് ബൈ 2 ആവറേജ് കാണാൻ, ദാറ്റ് ഈസ് 1,40,000. ഇതാണ് നമ്മുടെ ആവറേജ്, ഇതാണ് നമ്മുടെ ക്രെഡിറ്റ് പർച്ചേസ്. അപ്പോൾ ഈസ് ഈക്വൽ ടു ക്രെഡിറ്റ് പർച്ചേസ് എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്? എത്രയാണ് ക്രെഡിറ്റ് പർച്ചേസ്? 8,40,000 ഡിവൈഡഡ് ബൈ 1,40,000 ഈസ് ഈക്വൽ ടു എത്രയാണ്? 6 times. അപ്പോൾ സി ടി ആർ 6 times ആണ്. ദെൻ എന്താണ് ആവറേജ് എന്താണ്? പേയ്മെൻറ്റ് പീരീഡ് ഈസ് ഈക്വൽ ടു 360 ഡിവൈഡഡ് ബൈ സി ടി ആർ ആണ്. സി ടി ആർ നമുക്ക് 6 times കിട്ടിയിട്ടുണ്ട്. 6 times ആണ് സി ടി ആർ. ദാറ്റ് ഈസ് എത്രയാണ്? ഈസ് ഈക്വൽ ടു 60 days. അപ്പോൾ നമുക്ക് 6 ദിവസമാണ് ഇവിടെ ഏവറേജ് പേയ്മെൻറ്റ് പീരീഡ് എന്ന് പറയുന്നത്. നമ്മൾ കടം വാങ്ങിയ ഗുഡ്സിന് 60 ദിവസമാണ്. 2 മാസം എന്ന് വേണമെങ്കിൽ പറയാം. കടം വാങ്ങിയ പ്രോഡക്റ്റുകൾ 60 ദിവസമാണ്. 60 days ആണ് നമുക്ക് പറഞ്ഞിട്ടുള്ള സമയം, ആവറേജ് പേയ്മെൻറ്റ് പീരീഡ്. നമ്മൾ വലിയ കുഴപ്പമില്ലാത്ത നല്ല പീരീഡ് ഉള്ള ഒരു പോളിസിയാണ്. നല്ല പീരീഡ് അല്ലെങ്കിൽ പേയ്മെൻറ്റ് പീരീഡ് നല്ല പീരീഡ് ഉണ്ട്. 60 ദിവസം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം സമയമുണ്ട് അല്ലേ? അപ്പോൾ 60 ദിവസം എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? പേയ്മെൻറ്റ് നടത്തിയാൽ മതി. ഇനി ഞാൻ ഈ പ്രോബ്ലം ഇനിയും മനസ്സിലാകാത്ത കുട്ടികൾക്ക് ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത്, നമ്മൾ പഠിച്ചത് സി ടി ആർ ആണ്, അതായത് ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ ആണ് നമ്മൾ പഠിച്ചത്. ആ റേഷ്യോ കിട്ടിയിട്ടാണ് ഇതിലേക്ക് വരുന്നത്. നേരിട്ടും ചെയ്യാം. നമ്മുടെ ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്കിവിടെ ഓപ്പണിംഗ് ക്രെഡിറ്റേഴ്സ്, പിന്നെ അതുപോലെ തന്നെ ക്ലോസിംഗ് ക്രെഡിറ്റേഴ്സ്, ഓപ്പണിംഗ് ബിൽസ് പേയബിൾ, ക്ലോസിംഗ് ബിൽസ് പേയബിൾ, നമ്മുടെ ടോട്ടൽ പർച്ചേസ്, അതിൻ്റെ റിട്ടേൺസ്, അതിൻ്റെ ക്യാഷ് പർച്ചേസ്, ഇങ്ങനെ ഒരുപാട് ഡീറ്റെയിൽസ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ആദ്യം നമ്മുടെ ക്വസ്റ്റ്യൻ ആവറേജ് പേയ്മെൻറ്റ് പീരീഡ് ആണ്. ആവറേജ് പേയ്മെൻറ്റ് പീരീഡ് ഈസ് ഈക്വൽ ടു 360 ഡിവൈഡ് ബൈ ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ ആണ്. ദെൻ ആദ്യം തന്നെ നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നമ്മൾ നേരിട്ട് ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോയിലേക്ക് പോയി. ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോൻ്റെ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി ഇപ്പോൾ ഡിസ്കസ് ചെയ്തതാണ്. ദാറ്റ് ഈസ് ക്രെഡിറ്റ് പർച്ചേസ് ഡിവൈഡഡ് ബൈ ആവറേജ് അക്കൗണ്ട്സ് പേയബിൾ. ക്രെഡിറ്റ് പർച്ചേസ് ഡിവൈഡ് ബൈ ആവറേജ് അക്കൗണ്ട്സ് പേയബിൾ. ഇതിൽ ക്രെഡിറ്റ് പർച്ചേസ് അറിയണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ ടോട്ടൽ പർച്ചേസ് 10 ലക്ഷം രൂപയുണ്ട്. അതിൽ നിന്ന് റിട്ടേൺ ചെയ്ത് മടക്കി അയച്ച് 20,000 രൂപയുടെ ഗുഡ്സ് ഉണ്ട്. ക്യാഷ് പർച്ചേസ് 1,40,000 ആണ്. അപ്പോൾ ടോട്ടൽ പർച്ചേസ് ഇവിടെ ക്രെഡിറ്റ് പർച്ചേസ് കാണാൻ നമ്മൾ ചെയ്യുന്നത്, ഇത് ക്രെഡിറ്റ് പർച്ചേസ് ആണ്, ക്യാഷ് പർച്ചേസ് ആണ് തെറ്റായിരിക്കും കുട്ടികൾ. ഞാനിവിടെ ഒന്നുകൂടി എഴുതാം. ക്രെഡിറ്റ് പർച്ചേസ് ആണ്. ക്രെഡിറ്റ് പർച്ചേസ് ഈസ് ഈക്വൽ ടു ടോട്ടൽ പർച്ചേസ് മൈനസ് റിട്ടേൺസ് ആൻഡ് ക്യാഷ് പർച്ചേസ്. അപ്പോൾ റിട്ടേൺസ് 20,000, ക്യാഷ് പർച്ചേസ് 1,40,000, അങ്ങനെ 1,60,000 നമ്മൾ 10 lakhs കുറച്ചപ്പോൾ നമുക്ക് മനസ്സിലായി നമ്മുടെ ക്രെഡിറ്റ് പർച്ചേസ് എത്രയാണ്? 8,40,000 രൂപയാണ്. ഇനി ആവറേജ് അക്കൗണ്ട്സ് പേയബിൾ. ആവറേജ് അക്കൗണ്ട്സ് പേയബിൾ എന്ന് പറഞ്ഞാൽ ഓപ്പണിംഗ് പ്ലസ് ക്ലോസിംഗ് ഡിവൈഡ് ബൈ 2 ആണ്. ഇതിൽ ഓപ്പണിംഗ് 2 ഉണ്ട്, ക്ലോസിംഗ് 2 ഉണ്ട്. എന്താ കാരണം? ക്രെഡിറ്റേഴ്സും ബിൽസ് പേയബിളും ഇവിടെ എടുക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ ഓപ്പണിങ്ങും ക്ലോസിംഗും അറിയാൻ വേണ്ടി ഓപ്പണിംഗ് ക്രെഡിറ്റേഴ്സ് പ്ലസ് ഓപ്പണിംഗ് ബിൽസ് പേയബിൾ, ദെൻ ക്ലോസിംഗ് ക്രെഡിറ്റേഴ്സ് പ്ലസ് ക്ലോസിംഗ് ബിൽസ് പേയബിൾ ഹോൾ ഡിവൈഡ് ബൈ 2. അപ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ 1,50,000, ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ 1,30,000, വീണ്ടും രണ്ടും കൂടി കൂട്ടുമ്പോൾ 2,80,000 ഡിവൈഡ് ബൈ 2 1,40,000. അപ്പോൾ ഏവറേജ് അക്കൗണ്ട്സ് പേയബിൾ എത്രയാണ്? 1,47,000. ഇനി നമുക്ക് ഇക്വേഷനിലേക്ക് പോവാം. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ക്രെഡിറ്റ് പർച്ചേസ് ഡിവൈഡഡ് ബൈ ആവറേജ് അക്കൗണ്ട്സ് പേയബിൾ. ആവറേജ് അക്കൗണ്ട്സ് പേയബിൾ ഇപ്പോൾ 1,40,000 നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ?
ക്രെഡിറ്റ് പർച്ചേസ് എത്രയാ? ക്രെഡിറ്റ് പർച്ചേസ് നമ്മളിവിടെ 840 കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ എഴുതിയിട്ടുണ്ട് CTR ഈസ് ഈക്വൽ ടു, ദാറ്റ് ഈസ് ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ ഈസ് ഈക്വൽ ടു 8,40,000 ഡിവൈഡഡ് ബൈ 1,40,000 ഈസ് ഈക്വൽ ടു 6 ടൈംസ്. 6 ഇരട്ടിയാണ്. ഇനി എന്ത് ചെയ്യുന്നു? അത് വെച്ച് നമ്മൾ ആവറേജ് പേയ്മെൻറ്റ് പീരീഡിലേക്ക് പോകുന്നു. ദാറ്റ് ഈസ് എന്താണ്? 360 ഡിവൈഡ് ബൈ എന്താണ്? CTR 6, ദാറ്റ് ഈസ് 60 ഡേയ്സ്. അപ്പോൾ നമ്മുടെ പേയ്മെൻറ്റ് പീരീഡ് 60 ദിവസമാണ്. അതായത് നമ്മൾ കടം വാങ്ങിക്കഴിഞ്ഞാൽ ഏകദേശം 60 ദിവസം നമുക്ക് എന്തിനു വേണ്ടി കിട്ടും? തിരിച്ചു കൊടുക്കാൻ വേണ്ടി കിട്ടും. ഓൾട്ടർനേറ്റീവ്ലി ഇത് നമുക്ക് നേരത്തെ കണ്ട പോലെ തന്നെ ഇത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കാണാം. ദാറ്റ് ഈസ് എങ്ങനെയാണ് കാണുന്നത് ഡയറക്റ്റായിട്ട്? ആവറേജ് അക്കൗണ്ട്സ് പേയബിൾ. എങ്ങനെയാണ് ഇത് കാണുക? ആവറേജ് അക്കൗണ്ട്സ് പേയബിൾ ഡിവൈഡഡ് ബൈ എന്താണ്? ക്രെഡിറ്റ് പർച്ചേസ്. ക്രെഡിറ്റ് പർച്ചേസ് ഹോൾ ഡിവൈഡഡ് ബൈ 360 അല്ലേ? അപ്പോൾ ആവറേജ് അക്കൗണ്ട്സ് പേയബിൾ എത്ര വരിക? ആവറേജ് അക്കൗണ്ട്സ് പേയബിൾ 1,40,000 ഡിവൈഡഡ് ബൈ ക്രെഡിറ്റ് പർച്ചേസ് 8,40,000 ഹോൾ ഇൻറ്റു 360 ഈസ് ഈക്വൽ ടു 60 ഡേയ്സ്. ഇങ്ങനെ നേരിട്ടും എന്ത് കാണാം? ഈ ഇതിനെ ആൻസർ കാണാം. അതായത് ആവറേജ് പേയ്മെൻറ്റ് പീരീഡ് കാണാനുള്ള അടുത്ത ഇക്വേഷനാണ്, അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് ഇക്വേഷനാണ്. നേരെ ഡയറക്റ്റായിട്ട് കാണാം. ദാറ്റ് ഈസ് ആവറേജ് അക്കൗണ്ട്സ് പേയബിൾ ഡിവൈഡഡ് ബൈ ക്രെഡിറ്റ് പർച്ചേസ് ഹോൾ ഇൻറ്റു 360 എന്ന് ഇവിടെ പറഞ്ഞിട്ടുള്ള അതുകൊണ്ട് 360 എടുക്കുന്നു. 12 നമ്മളിവിടെ 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇവിടെ മന്ത്സിൽ കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇവിടെ അക്കൗണ്ട്സ് പേയബിൾ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആവറേജ് അക്കൗണ്ട്സ് പേയബിൾ 1,40,000 ആണ്. ഡിവൈഡ് ബൈ ക്രെഡിറ്റ് പർച്ചേസ് 8,40,000 ആണ്. ഇൻറ്റു 360 ഈസ് ഈക്വൽ ടു 60 ഡേയ്സ്. അപ്പോൾ 60 ദിവസം എടുത്തിട്ടാണ് നമ്മുടെ പേയ്മെൻറ്റ് പീരീഡ് നമ്മൾ എന്ത് ചെയ്യുന്നത് കണ്ട്, അല്ലെങ്കിൽ പേയ്മെൻറ്റ് പീരീഡ് അല്ലെങ്കിൽ എന്താണ് ടേൺ ഓവർ അല്ലെങ്കിൽ ക്രെഡിറ്റ് പോളിസി എന്ന് പറയുന്നത് 60 ഡേയ്സ് ആണ്. 60 ദിവസം വരെ നമുക്ക് അവൈലബിൾ ആണ് എന്തിനെ? നമുക്ക് ക്യാഷ് പേ ചെയ്യാൻ വേണ്ടി. അടുത്ത നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ടോട്ടൽ അസറ്റ്സ് ടേൺ ഓവർ റേഷ്യോ ആണ്. ടോട്ടൽ അസറ്റ്സ് ടേൺ ഓവർ റേഷ്യോ. ടോട്ടൽ അസറ്റ്സ് ടേൺ ഓവർ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ റേഷ്യോ എസ്റ്റാബ്ലിഷസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടോട്ടൽ അസറ്റ്സ് ഓർ ഗ്രോസ് ക്യാപിറ്റൽ എംപ്ലോയിഡ് ആൻഡ് സെയിൽ. ടോട്ടൽ അസറ്റ്സും സെയിൽസും തമ്മിലുള്ള റേഷ്യോ, അതല്ലെങ്കിൽ ഗ്രോസ് ക്യാപിറ്റൽ എംപ്ലോയിഡും സെയിൽസും തമ്മിലുള്ള റേഷ്യോ. അതല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ടോട്ടൽ എമൗണ്ടും സെയിൽസും തമ്മിലുള്ള റേഷ്യോ. ടോട്ടൽ അസറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാലോ, ടോട്ടൽ അസറ്റ്സ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ലയബിലിറ്റീസ് ആണ്. അപ്പോൾ ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ടോട്ടൽ ക്യാപിറ്റൽ എംപ്ലോയിഡ് ആൻഡ് സെയിൽസ് ഓർ ഗ്രോസ് ക്യാപിറ്റൽ എംപ്ലോയിഡ് ആൻഡ് സെയിൽസ്. ദെൻ റേഷ്യോയിലേക്ക് പോകാം നമുക്ക്. ടോട്ടൽ അസറ്റ് ടേൺ ഓവർ ഈസ് ഈക്വൽ ടു സെയിൽസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ അസറ്റ്സ്. ഒന്നുകൂടി പറയാം. ടോട്ടൽ അസറ്റ്സ് ടേൺ ഓവർ ഈസ് ഈക്വൽ ടു സെയിൽസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ അസറ്റ്സ്. ഇനി അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷനിലേക്ക് പോവാം. എ ഹൈ ടോട്ടൽ അസറ്റ്സ് ടേൺ ഓവർ റേഷ്യോ ഇൻഡിക്കേറ്റ്സ് ബെറ്റർ എഫിഷ്യൻസി ഓഫ് മാനേജ്മെൻറ്റ് ഇൻ ദ യൂട്ടിലൈസേഷൻ ഓഫ് ടോട്ടൽ അസറ്റ്സ് ഓർ ടോട്ടൽ ഫണ്ട്സ് ഓഫ് ദ ബിസിനസ്. ഹൈ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഫണ്ട് നല്ല രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? യൂട്ടിലൈസ് ചെയ്യുന്നു. ടോട്ടൽ അസറ്റ് ടേൺ ഓവർ അല്ലെങ്കിൽ എന്താണ് ഹൈ ടോട്ടൽ അസറ്റ്സ് ടേൺ ഓവർ റേഷ്യോ ഇൻഡിക്കേറ്റ്സ് an efficient utilization of എന്താണ് റിസോഴ്സസ് ഓർ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഇൻ ദ ബിസിനസ്. നമ്മുടെ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ടോട്ടൽ ക്യാപിറ്റൽ എംപ്ലോയിഡ് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്തു എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത് ഹൈ റേഷ്യോ കൊണ്ട് അർത്ഥമാക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് പറയുകയാണെങ്കിൽ ഈ എ ലോ റേഷ്യോ സിഗ്നിഫൈസ് ഇൻഎഫിഷ്യൻസി ഇൻ ദ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ബൈ ദ മാനേജ്മെൻറ്റ്. എ ലോ റേഷ്യോ ഇൻഡിക്കേറ്റ്സ് ദ ഇൻഎഫിഷ്യൻസി ഓഫ് ദ മാനേജ്മെൻറ്റ് ഇൻ ദ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് എന്നാണ് പറയുന്നത്. ഇനി അടുത്ത റേഷ്യോ, അഞ്ചാമത്തെ റേഷ്യോ എന്ന് പറയുന്നത് ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ. ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ, this ratio signifies the efficiency with which
ഫിക്സഡ് അസറ്റ്സ് ഓഫ് ദി ബിസിനസ് ആർ യൂട്ടിലൈസ്ഡ്. നമ്മുടെ ബിസിനസ്സിലെ ഫിക്സഡ് അസറ്റ്സ് യൂട്ടിലൈസ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട എഫിഷ്യൻസി മെഷർ ചെയ്യുന്ന റേഷ്യോനെയാണ് എന്തായിട്ട് പറയുന്നത്, ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, നേരത്തെ നമ്മൾ പറഞ്ഞ ടോട്ടൽ അസറ്റ് ടേൺ ഓവർ റേഷ്യോ ആണ്. ഇപ്പം നമ്മൾ പറയുന്നത് എന്താ, ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ ആണ്. അത് നമ്മൾ കുറച്ചുകൂടി എന്ത് ചെയ്യുന്നു, റെഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ ഇസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് സെയിൽസ് ഡിവൈഡഡ് ബൈ ഫിക്സഡ് അസറ്റ്സ്. അപ്പോൾ അവിടെ കുറച്ച് മുൻപ് വരെ നമ്മൾ പറഞ്ഞിരുന്നത് എന്താണ്, സെയിൽസാണ്. ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ സെയിൽസാണ്. ഇവിടേക്ക് വന്നപ്പോൾ പെട്ടെന്ന് ടേൺ ഓവർ എന്ന് പറയുമ്പോൾ എന്തായിട്ട് മാറി, കോസ്റ്റ് ഓഫ് സെയിൽസ് ആയി, അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആയി. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ ഇസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് സെയിൽസ് ഡിവൈഡ് ബൈ ഫിക്സഡ് അസറ്റ് എന്ന് പറയാൻ കാരണം, നമ്മളിവിടെ ടേൺ ഓവർ എന്ന് പറയുന്ന എല്ലാ റേഷ്യോയിലും ടേൺ ഓവർ എന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെ മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നു, ടേൺ ഓവർ എന്ന് പറയുമ്പോൾ കോസ്റ്റ് ഓഫ് സെയിൽസ് ആണ് എടുക്കുന്നത്. അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത്, ഇവിടെ ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്നത് നമ്മളെപ്പോഴും കോസ്റ്റിലോ അല്ലെങ്കിൽ കോസ്റ്റ് ലെസ് ഡിപ്രീസിയേഷനിലോ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അസറ്റ് സൈഡിൽ കാണിക്കുന്നത്, അല്ലേ? അല്ലെങ്കിൽ ഓരോ സമയത്തും നമ്മുടെ ഫിക്സഡ് അസറ്റ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നത് കോസ്റ്റിലോ അല്ലെങ്കിൽ കോസ്റ്റ് ലെസ് ഡിപ്രീസിയേഷനിലാണ് നമ്മൾ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ടേൺ ഓവർ എന്ന് പറയുമ്പോൾ അത് ഇവിടെ എന്തായിട്ട് എടുക്കുന്നത്, കോസ്റ്റ് ഓഫ് സെയിൽസ് ആയിട്ട് എടുക്കാനുള്ള കാരണം എന്ന് പറയുന്നത് അതാണ് കേട്ടോ. ഇനി ഇതിൻ്റെ ഇൻ്റർപ്രിട്ടേഷനിലേക്ക് കിടക്കാം. എ ഹൈ ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ ഈസ് എ സൈൻ ഓഫ് എന്താണ്, എഫിഷ്യൻസി ഇൻ ദ യൂട്ടിലൈസേഷൻ ഓഫ് ഫിക്സഡ് അസറ്റ്. ഹൈ റേഷ്യോ നമ്മൾ ഫിക്സഡ് അസറ്റ് വളരെ എഫിഷ്യൻ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നു എന്നാണ് കാണിക്കുന്നത്. അതേസമയം ലോ റേഷ്യോ എന്ന് പറയുന്നത് നമ്മുടെ സ്ഥാപനത്തിൻ്റെ എഫിഷ്യൻസി കുറവാണ് കാണിക്കുന്നത്. ഫിക്സഡ് അസറ്റ്സ് റേഷ്യോ അല്ലെങ്കിൽ ഫിക്സഡ് അസറ്റ്സ് യൂസ് ചെയ്യുന്നതിലുള്ള നമ്മുടെ ഇൻഎഫിഷ്യൻസിയാണ് ലോ റേഷ്യോ കൊണ്ട് കാണിക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയാം, ഈ റേഷ്യോയിൽ 2 തരത്തിലുള്ള സ്പെഷ്യാലിറ്റീസ് ആണുള്ളത്. ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോയിൽ നമ്മളിവിടെ ടേൺ ഓവർ എന്നുള്ള ടേം ഉപയോഗിക്കുമ്പോൾ എന്താണ്, കോസ്റ്റ് ഓഫ് സെയിൽസ് ആണ്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ്. ആദ്യത്തെ റേഷ്യോയിൽ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോയിൽ കാണിച്ച പോലെ എന്താണ്, കോസ്റ്റ് ഓഫ് സെയിൽസ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഫിക്സഡ് അസറ്റ് നമ്മൾ എത്രമാത്രം നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുന്നു എന്ന് അറിയാൻ വേണ്ടിയുള്ള ഒരു ടൈപ്പ് ഓഫ് റേഷ്യോ കൂടിയാണിത്. ഹൈ റേഷ്യോ എന്ന് പറയുന്നത് നമ്മൾ നല്ല രീതിയിൽ ഫിക്സഡ് അസറ്റ്സ് നമ്മൾ ഉപയോഗിക്കുന്നു, നമ്മുടെ ബിസിനസ്സിന് വേണ്ടി ഉപയോഗിക്കുന്നു, നമ്മുടെ എഫിഷ്യൻസി കാണിക്കുന്നു. ലോ റേഷ്യോ എന്ന് പറയുന്നത് ഇൻഎഫിഷ്യൻസിയാണ് കാണിക്കുന്നത്. അടുത്തത് 6ാമത്തെ പോയിന്റ്, വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ, അല്ലേ? വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ ഇൻഡിക്കേറ്റ്സ് the number of times working capital is turned over during a year. വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, the number of times working capital is turned over ഡ്യൂറിങ് എൻ ഇയർ. എത്ര സമയം നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ എന്ത് ചെയ്യുന്നു, എത്ര സമയം വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ സൈക്കിള് തിരിഞ്ഞു വരുന്നു, എത്ര സമയം വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ എന്ത് ചെയ്യുന്നു, എത്ര സമയം കൊണ്ടാണ് ഫുള്ളായിട്ട് കൺവേർട്ട് ചെയ്ത് വീണ്ടും 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 വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ വരുന്നതെന്ന് പഠിക്കാനുള്ള റേഷ്യോ ആണ് വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ എന്ന് പറയുന്നത്. വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ ഈസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് സെയിൽസ് ഡിവൈഡഡ് ബൈ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ, അല്ലേ? കോസ്റ്റ് ഓഫ് സെയിൽസ് ഡിവൈഡ് ബൈ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്നാണ് പറയുന്നത്. അപ്പം കോസ്റ്റ് ഓഫ് സെയിൽസ് എന്ന് പറയുമ്പോൾ ഇവിടെയും എന്താണ്, നമ്മൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ് എടുക്കുന്നത്. ഇവിടെയും നമ്മൾ എന്താണ്, വർക്കിംഗ് ക്യാപിറ്റൽ ആയതുകൊണ്ട് തന്നെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ് എടുക്കുന്നത്. ഇവിടെയും അത് കുട്ടികൾ ശ്രദ്ധിക്കണം. ടേൺ ഓവർ എന്ന് പറയുമ്പോൾ നമ്മൾ പ്രോഫിറ്റ് ഇല്ലാത്ത കോസ്റ്റ് ഓഫ് സെയിൽസ് ആണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ ഈസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് സെയിൽസ് ഡിവൈഡഡ് ബൈ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്നുള്ള ഇക്വേഷനാണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ ഇൻ്റർപ്രിട്ടേഷനിലേക്ക് പോവാം. ഇൻ്റർപ്രിട്ടേഷൻ നോക്കിയാലാണ് നമുക്ക് മനസ്സിലാവുള്ളൂ. എന്താണ് ഇൻ്റർപ്രിട്ടേഷൻ നോക്കാം നമുക്ക്. എ ഹൈ റേഷ്യോ ഇൻഡിക്കേറ്റ്സ് ഫാസ്റ്റർ ടേൺ ഓവർ ഓർ ഗ്രേറ്റർ എഫിഷ്യൻസി ഇൻ ദ യൂസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ, അല്ലേ? ഹൈ റേഷ്യോ എന്ന് പറയുന്നത് ഫാസ്റ്റർ ടേൺ ഓവറാണ്. ഫാസ്റ്റർ ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് എന്തായിട്ട് അടുത്ത സൈക്കിൾ കംപ്ലീറ്റ് ആവുന്ന റേഷ്യോ ആണ് ഫാസ്റ്റർ ഹൈ റേഷ്യോ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഗ്രേറ്റർ എഫിഷ്യൻസി ഇൻ ദ യൂസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. ഹൈ റേഷ്യോ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മൾ വളരെ നല്ല രീതിയിലാണ് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ വളരെ എഫിഷ്യൻ്റ് ആയിട്ടാണ് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ യൂട്ടിലൈസ് ചെയ്യുന്നതാണ്. അറ്റ് ദ സെയിം ടൈം എന്താണ്, ഇഫ് ദ റേഷ്യോ ഈസ് വെരി ഹൈ ഇറ്റ് പോയിൻറ്റ്സ് ഔട്ട് ഇനാഡിക്വേറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഓർ ഇറ്റ് ഈസ് എ പൊസിഷൻ ഓഫ് ഓവർ ട്രേഡിങ്. ഹൈ റേഷ്യോ വരുമ്പോൾ നമ്മളറിയാലോ, വല്ലാതെ കൂടിക്കഴിഞ്ഞാൽ അതും മോശമാണ്, അല്ലേ? അപ്പോൾ ഇവിടെ വളരെ വെരി ഹൈ ആയിട്ടുള്ള പോയിന്റ് വരികയാണെങ്കിൽ അത് ഇനാഡിക്വേറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ മതിയാവാത്ത ഒരവസ്ഥയിലേക്ക് വരുന്നു, അല്ലെങ്കിൽ ആ അവസ്ഥയെ നമ്മൾ ഹൈ ടേൺ ഓവർ വരികയാണെങ്കിൽ, ഹൈ റേഷ്യോ വരികയാണെങ്കിൽ ആ അവസ്ഥയെ നമ്മൾ ഇറ്റ് ഈസ് എ പൊസിഷൻ ഓഫ് ഓവർ ട്രേഡിങ്, അതിനെ ഓവർ ട്രേഡിങ് എന്നുള്ള പൊസിഷനിലേക്കാണ് നമ്മൾ വരുത്തുക. ആ
പൊസിഷൻ നമ്മൾ ഓവർ ട്രേഡിംഗ് എന്നാണ് പറയുക. കൺവേഴ്സ്ലി അറ്റ് ദ സെയിം ടൈം എ വെരി ലോ റേഷ്യോ ഇൻഡിക്കേറ്റ്സ് റിഡണ്ടൻറ്റ് അല്ലെങ്കിൽ എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ അല്ലെങ്കിൽ അണ്ടർ ട്രേഡിംഗ്. അതായത് വർക്കിംഗ് ക്യാപിറ്റൽ പൊസിഷൻ ഒരുപാടുണ്ട് അല്ലെങ്കിൽ അണ്ടർ ട്രേഡിങ്ങിലാണ് പോകുന്നത് അല്ലേ. ഒരുപാട് വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ട്, നമ്മുടെ കയ്യിൽ ഒരുപാട് സ്റ്റോക്കും മറ്റു കാര്യങ്ങളൊക്കെ കെട്ടിക്കിടക്കുന്നു എന്നുള്ള രീതിയിലേക്കാണ് അത് അങ്ങനെ എന്താ പറയുക ലോ റേഷ്യോ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുക കേട്ടോ. അപ്പോൾ ഇത് കുട്ടികൾ മനസ്സിലാക്കേണ്ടത് വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോ എന്ന് പറയുന്നത് അതിൻ്റെ സ്പീഡാണ്, എത്ര സമയം എടുത്തിട്ടാണ് അത് കംപ്ലീറ്റ് ചെയ്യുന്നത് അത് മനസ്സിലാക്കാനുള്ള സ്പീഡിന് അല്ലെങ്കിൽ സ്പീഡ് മനസ്സിലാക്കാനുള്ള റേഷ്യോ ആണ് വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ എന്ന് പറയുന്നത്. ഇനി നമുക്കൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. ദ ബാലൻസ് ഷീറ്റ് ഓഫ് കൃഷ്ണ എൻ്റർപ്രൈസസ് ലിമിറ്റഡ് as on 31/3/2016 is given below. 31/3/2016 നമ്മുടെ എന്താണ് ബാലൻസ് ഷീറ്റ് ഓഫ് കൃഷ്ണ എൻ്റർപ്രൈസസ് ലിമിറ്റഡ് ആണ്. 31/3/2016 ആണ് പറയുന്നത്. അതിൻ്റെ ലയബിലിറ്റി സൈഡ് ഞാൻ വായിക്കാം. ഷെയർ ക്യാപിറ്റൽ 4 lakh, റിസർവ്സ് 1,80,000, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്രെഡിറ്റ് ബാലൻസ് 1,20,000, ബാങ്ക് ലോണ് ലോങ് ടേം ആണ് 2 lakh, ക്രെഡിറ്റേഴ്സ് 3 lakh. ഇനി അസറ്റ് സൈഡാണ്. അസറ്റ് സൈഡ് ലാൻഡ് ആൻഡ് ബിൽഡിങ് 3,50,000, പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ് 2,50,000, കറണ്ട് അസറ്റ്സ് സ്റ്റോക്ക് 2 lakh, ഡെപ്റ്റേഴ്സ് 3,50,000, ബാങ്ക് 50,000 50,000. ഇതാണ് ടോട്ടല് 12 lakhs 12 ലക്ഷമാണ്. ഇതിൽ നമുക്ക് തന്നിട്ടുള്ള അനദർ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് സെയിൽസ് ഫോർ ദ ഇയർ 30 lakhs 30 ലക്ഷമാണ് സെയിൽസ് പറഞ്ഞിട്ടുള്ളത്. ഗ്രോസ് പ്രോഫിറ്റ് 20% ഓൺ സെയിൽസ് ആണ്. ഓപ്പണിംഗ് സ്റ്റോക്ക് പറഞ്ഞിരിക്കുന്നു. നമുക്കിവിടെ ഓപ്പണിംഗ് സ്റ്റോക്ക് കിട്ടാനുള്ള മാർഗ്ഗമില്ലല്ലോ. എന്താ കാരണം വെച്ചാൽ സ്റ്റോക്ക് എന്ന് പറയുന്നത് ക്ലോസിംഗ് സ്റ്റോക്കാണ്. ഓപ്പണിംഗ് സ്റ്റോക്ക് തന്നിരിക്കുന്നു 1/4/2015. ഓപ്പണിംഗ് സ്റ്റോക്ക് ഈസ് ₹1,60,000 1,60,000 ആണ് നമ്മുടെ ഓപ്പണിംഗ് സ്റ്റോക്ക്. ഇനി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് കാൽക്കുലേറ്റ് ഇമ്പോർട്ടൻ്റ് ആക്ടിവിറ്റി റേഷ്യോസ് ആൻഡ് കമൻറ്റ് ഓൺ ദം എന്നാണ്. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ചൊരു ആക്ടിവിറ്റി റേഷ്യോസ് പറഞ്ഞിട്ടില്ല. ഇത് വെച്ച് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്ന എല്ലാ റേഷ്യോസും കാണും. റേഷ്യോസ് കണ്ടാൽ മാത്രം പോരാ, അതിനെപ്പറ്റി കമൻറ്റ് ചെയ്യും വേണം. അതിന് ഒരു ബ്രീഫായിട്ടുള്ള എക്സ്പ്ലനേഷൻ ആണ്. അപ്പോൾ ഈ കമൻറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തറിയണം, ഇൻ്റർപ്രിട്ടേഷൻ, ഞാൻ നേരത്തെ പറഞ്ഞ ഇൻ്റർപ്രിട്ടേഷൻ അറിയണം. മനസ്സിലായാലോ? എന്തിനാണ് റേഷ്യോ ഉപയോഗിക്കുന്നത്, ഏതൊക്കെ റേഷ്യോസാണ് ഐഡിയലായിട്ട്, ഹൈ റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്, ലോ റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്, ഹൈ റേഷ്യോ ഉപയോഗിക്കുമ്പോഴുള്ള സ്പെഷ്യാലിറ്റി എന്താണ്, ഇതൊക്കെ അറിഞ്ഞാലാണ് നമുക്ക് കമൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ബിസിനസ്സിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ നടത്തുന്ന ബിസിനസ് ബെറ്റർ ആണോ, നമുക്ക് ഡിസിഷൻ മേക്കിങ്ങിന് തീരുമാനങ്ങളൊക്കെ എടുക്കുന്നതിന് വേണ്ടി നമുക്ക് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഈ ഡിസിഷൻസ് അല്ലെങ്കിൽ ഈ ഇൻ്റർപ്രിട്ടേഷൻസ് ഒക്കെ അറിഞ്ഞ് നമ്മൾ ഈ ഡീറ്റെയിൽസിനെ ഇൻ്റർപ്രിറ്റ് ചെയ്താലാണ് നമുക്ക് ഹയർ രീതിയിലേക്ക് അല്ലെങ്കിൽ കുറച്ചുകൂടി നല്ല രീതിയിലേക്ക് ബിസിനസ്സിനെ കൊണ്ടുപോകാൻ സാധ്യമാവുകയുള്ളൂ. ഇനി നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോകാം. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ ഒന്നാമത്തെ പോയിൻ്റാണ്. ഞാനിവിടെ ചെറുതാക്കിയിട്ടാണ് എഴുതുന്നത്. ചെറുതായി വെച്ചാൽ കാണാൻ ചെറുതായിട്ടല്ല, ഷോർട്ടാക്കിയിട്ട് എഴുതുന്നു. സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ ഞാൻ STR എന്ന് എഴുതുന്നു. STR ഈസ് ഈക്വൽ ടു സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ ഈസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് സെയിൽസ് ഡിവൈഡഡ് ബൈ ആവറേജ് സ്റ്റോക്ക്. ഇനി നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാണാം അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് സെയിൽസ്, രണ്ടും ഒന്ന് തന്നെയാണ്. കോസ്റ്റ് ഓഫ് സെയിൽസ് ഈസ് ഈക്വൽ ടു എന്താ, സെയിൽസ് മൈനസ് GP അല്ലേ. ഇവിടെ സെയിൽസ് തന്നിട്ടില്ലേ, സെയിൽസ് തന്നിട്ടുണ്ട്, GP തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ എഴുതാം സെയിൽസ് മൈനസ് ഗ്രോസ് പ്രോഫിറ്റ്. സെയിൽസ് എത്രയാണ്, സെയിൽസ് ഇവിടെ തന്നിട്ടുണ്ട് 30 lakhs 30 ലക്ഷമാണ് സെയിൽസ്, മൈനസ് ഗ്രോസ് പ്രോഫിറ്റ് എത്രയാണ് 20% ഓൺ സെയിൽസ്. അപ്പോൾ നമുക്കിവിടെ ഒരു ബ്രാക്കറ്റ് എഴുതി, സെയിൽസ് ഇവിടെ തന്നിട്ടുണ്ടല്ലോ 30 lakhs അല്ലേ, അതിൻ്റെ 20%. ക്ലിയർ? അപ്പോൾ ഇതാണ് സെയിൽസ്. സെയിൽസിൽ നിന്ന് സെയിൽസിൻ്റെ തന്നെ 20% GP, അത് കുറയ്ക്കണം. അപ്പോൾ എത്രയാണ് വരിക, 3 lakh ഇൻറ്റു 2 6 lakh 6 lakh. അപ്പോൾ ഇവിടെ
30 lakhs minus 6 lakh is equal to 24 lakhs. 24 lakhs ആണ് നമ്മുടെ എന്ത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. കുട്ടികൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം ഇത് കഴിഞ്ഞിട്ട്. ഇനി നമുക്ക് ആവറേജ് സ്റ്റോക്ക്, ഒരു ഇൻഗ്രീഡിയൻറ്റ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഇനി നമുക്ക് ആവറേജ് സ്റ്റോക്ക് കാണണം. ആവറേജ് സ്റ്റോക്ക് ഈസ് ഈക്വൽ ടു ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഡിവൈഡ് ബൈ 2. ഓപ്പണിംഗ് സ്റ്റോക്ക് നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്നിട്ടുണ്ട്. ഓപ്പണിംഗ് സ്റ്റോക്ക് എത്രയാണ് തന്നിട്ടുള്ളത്? 1,60,000. 1,60,000 ഇവിടെ എഴുതി വെച്ചു. ക്ലോസിംഗ് സ്റ്റോക്ക് നമുക്ക് ബാലൻസ് ഷീറ്റിൽ പറഞ്ഞിട്ടുണ്ട്. എത്രയാണ്? 2 lakh. ഹോൾ ഡിവൈഡ് ബൈ 2. അപ്പോൾ 2 ലക്ഷം 1,60,000 3,60,000. 360 ഡിവൈഡ് ബൈ 2. 360 ഡിവൈഡ് ബൈ 2 എന്ന് പറയുമ്പോൾ 360 അപ്പോൾ 1,50 30 1,80,000. 1,80 നോക്കാം നമുക്ക്. 1,80,000. ആവറേജ് സ്റ്റോക്ക് ഈസ് ഈക്വൽ ടു 1 lakh. ശരിയാണ്. ഇനി നമുക്ക് വീണ്ടും ഇവിടെ എഴുതാം. Therefore STR ഈസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് സെയിൽസ് എത്രയാണ്? 24 lakhs ഡിവൈഡഡ് ബൈ 1,80,000 ഈസ് ഈക്വൽ ടു എത്രയാണ് വന്നിട്ടുള്ളത്? 13.33 ടൈംസ് 13.33 ടൈംസ്. അതായത് 13 ഇരട്ടി. 13 കൂടുതൽ ഇരട്ടിയാണ് എന്ത്? സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ. ഞാൻ ഒന്നുകൂടി വരാം. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഓരോ റേഷ്യോസും സെപ്പറേറ്റ് കാണാൻ പറഞ്ഞിട്ടില്ല. ഏതൊക്കെയാണ് ആക്ടിവിറ്റി റേഷ്യോസ് അതൊക്കെ കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആക്ടിവിറ്റി റേഷ്യോസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റേഷ്യോ ആണ് സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ. അത് നമ്മൾ ആദ്യം എഴുതി. സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ ഈസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് സെയിൽസ്. കോസ്റ്റ് ഓഫ് സെയിൽസ് എന്ന് പറഞ്ഞാലും കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറഞ്ഞാലും ഒന്നാണ്. കോസ്റ്റ് ഓഫ് സെയിൽസ് ഡിവൈഡ് ബൈ ആവറേജ് സ്റ്റോക്ക്. ദെൻ കോസ്റ്റ് ഓഫ് സെയിൽസ് ഈസ് ഈക്വൽ ടു സെയിൽസ് മൈനസ് ഗ്രോസ് പ്രോഫിറ്റ്. സെയിൽസ് മൈനസ് ഗ്രോസ് പ്രോഫിറ്റ്. സെയിൽസ് 30 lakhs ആണ്. ഗ്രോസ് പ്രോഫിറ്റ് എത്രയാണ്? 20%. എന്തിൻ്റെ? സെയിൽസിൻ്റെ തന്നെ. അപ്പോൾ 30 lakhs മൈനസ് 30 lakhsൻ്റെ തന്നെ 20%. അപ്പോൾ 30 lakhsൻ്റെ 20% എന്ന് പറയുന്നത് 6 lakh ആണ്. അപ്പോൾ 30 lakhs മൈനസ് 6 lakh ഈസ് ഈക്വൽ ടു 24 lakhs. 24 ലക്ഷമാണ് നമ്മുടെ എന്ത്? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് സെയിൽസ്. ഇനി ആവറേജ് സ്റ്റോക്കാണ്. ആവറേജ് സ്റ്റോക്ക് എങ്ങനെ കാണാം? ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഡിവൈഡ് ബൈ 2. ഓപ്പണിംഗ് സ്റ്റോക്ക് നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്നിട്ടുണ്ട് 1,60,000. ക്ലോസിംഗ് സ്റ്റോക്ക് നമുക്ക് തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ ബാലൻസ് ഷീറ്റിലുള്ള സ്റ്റോക്കാണ് ക്ലോസിംഗ് സ്റ്റോക്ക് 2 lakhs. ദെൻ 1,60,000 പ്ലസ് 2 lakhs ഡിവൈഡ് ബൈ 2. ദാറ്റ് ഈസ് 3,60,000 ഡിവൈഡ് ബൈ 2. ദാറ്റ് ഈസ് 1,80,000 ആണ് ആവറേജ് സ്റ്റോക്ക്. ദെൻ എന്താണ്? STR ഈസ് ഈക്വൽ ടു 24 lakhs ഡിവൈഡ് ബൈ 1,80,000 ഈസ് ഈക്വൽ ടു 13.33 ടൈംസ്. അപ്പോൾ 13 ടൈംസ് അല്ലെങ്കിൽ 13.33 ടൈംസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു എന്താ പറയുക ഹൈ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ ആണ്. 13.33 എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ ഹൈ ആണ്, ഹൈ റേഷ്യോ ആണ്. നമ്മൾ പറഞ്ഞത് 5 to 8 ഒക്കെയാണ് നമ്മൾ ആ റേഷ്യോ ഡിസ്കസ് ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുള്ള റേറ്റ് എന്ന് പറയുന്നത്. ഇതിപ്പോൾ 13 ആണ്. ഇപ്പോൾ 13 എന്ന് പറയുമ്പോൾ അത് കുറച്ചുകൂടി എന്താണ്? കുറച്ചുകൂടി നല്ല അല്ലെങ്കിൽ ഹയർ ആയിട്ടുള്ള റേഷ്യോ ആണ് നമുക്ക് പറയാം. ബെറ്റർ പൊസിഷനാണ് കമ്പനിയുടെ, നല്ല പൊസിഷനിലാണ് പോകുന്നത്. ഇനി നമുക്ക് DTRലേക്ക് പോകാം. എന്താണ്? ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോയിലേക്ക് പോകാം. അടുത്തതായിട്ട് DTR. അടുത്ത് നമുക്ക് DTRലേക്ക് പോവാം. രണ്ടാമത്തെ റേഷ്യോ DTR ആണ്. ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ. ദാറ്റ് ഈസ്
DTR ഈസ് ഈക്വൽ ടു എന്തൊക്കെയാണ് DTRൻ്റെ ഇക്വേഷൻ എന്താണ്? ക്രെഡിറ്റ് സെയിൽസ് ഡിവൈഡ് ബൈ ആവറേജ് ഡെപ്റ്റേഴ്സ്. ഇതിലെ സെയിൽസ് ക്രെഡിറ്റ് സെയിൽസ് ആണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്, പിന്നെ ആവറേജ് ഡെപ്റ്റേഴ്സ് ആണ്. അപ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ കുട്ടികൾ ശ്രദ്ധിക്കണം. ഒന്ന്, ക്രെഡിറ്റ് സെയിൽസ് നമുക്കറിയാൻ ക്യാഷ് സെയിൽസ് തന്നിട്ടില്ല. അപ്പോൾ ഇറ്റ് ഈസ് അസ്യൂംഡ് ദാറ്റ് ഓൾ സെയിൽസ് ആർ ട്രീറ്റഡ് ആസ് ക്രെഡിറ്റ് സെയിൽസ്, അല്ലെങ്കിൽ ഓൾ സെയിൽസ് ആർ എന്താണ് ക്രെഡിറ്റ് സെയിൽസ്. എല്ലാ സെയിൽസും എന്തായിട്ട് അസ്യൂം ചെയ്യണം? ക്രെഡിറ്റ് സെയിൽസ് ആയിട്ട്. വേറെ മാർഗ്ഗമില്ല, നമുക്ക് വേറെ ക്രെഡിറ്റ് സെയിൽ മാത്രമായിട്ട് കിട്ടാൻ മാർഗ്ഗമില്ല. അപ്പോൾ ക്രെഡിറ്റ് സെയിൽ തന്നെയാണ് എത്ര? 30 lakhs എന്ന് പറയുന്നത് ഫുള്ളായിട്ട് ക്രെഡിറ്റ് സെയിലായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? അസ്യൂം ചെയ്യുക. ഡിവൈഡഡ് ബൈ ആവറേജ് ഡെപ്റ്റേഴ്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. ആവറേജ് ഡെപ്റ്റേഴ്സ് കാണാൻ നമുക്ക് ഓപ്പണിംഗ് ഡെപ്റ്റേഴ്സും ക്ലോസിംഗ് ഡെപ്റ്റേഴ്സും സെപ്പറേറ്റ് ഇല്ല. അപ്പോൾ ക്ലോസിംഗ് ഡെപ്റ്റേഴ്സ് നമ്മൾ എന്തായിട്ട് എടുക്കണം? അപ്പം ഞാനിവിടെ എഴുതുന്നുണ്ട്, ബ്രാക്കറ്റിൽ എഴുതുന്നുണ്ട് എന്താണ്? ക്ലോസിംഗ് ഡെപ്റ്റേഴ്സ് അല്ലേ? അപ്പോൾ ക്ലോസിംഗ് ഡെപ്റ്റേഴ്സ് എത്രയാണ്? ക്ലോസിംഗ് ഡെപ്റ്റേഴ്സിൽ നമുക്ക് നോക്കാം, ബാലൻസ് ഷീറ്റിൽ നോക്കാം. 3,50,000 ആണ്. 3,50,000 is equal to 8.57 times. 8.57 times എന്ന് പറയുന്നത് ബെറ്റർ കണ്ടീഷനാണ്, വെരി ഹൈ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ആൻസർ കിട്ടി. പക്ഷേ കുട്ടികൾക്ക് ഇവിടെ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, DTR ഈസ് ഈക്വൽ ടു ക്രെഡിറ്റ് സെയിൽ ഡിവൈഡ് ബൈ ആവറേജ് ഡെപ്റ്റേഴ്സ് ആണ് ശരിക്കും ഇക്വേഷൻ. ഇതിൽ നമുക്ക് സെയിൽസ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്യാണ് ചെയ്യുന്നത്, എല്ലാ സെയിൽസും എന്താണ്? ക്രെഡിറ്റ് സെയിൽസ് ആണ് അസ്യൂം ചെയ്യുകയാണ്. രണ്ടാമത്, ആവറേജ് ഡെപ്റ്റേഴ്സ് കാണാൻ നമുക്ക് ഓപ്പണിംഗ് ഡെപ്റ്റേഴ്സ് അറിയില്ല. അപ്പോൾ എടുക്കുന്ന സമയത്ത് തന്നെ പറഞ്ഞിരുന്നു, ആവറേജ് ഡെപ്റ്റേഴ്സ് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ആവറേജ് ഡെപ്റ്റേഴ്സ് ആയിട്ട് എന്തെടുത്താലും മതി, ക്ലോസിംഗ് ഡെപ്റ്റേഴ്സ് എടുത്താലും മതി എന്ന് പറഞ്ഞിരുന്നു. ദെൻ 30 lakhs ഡിവൈഡ് ബൈ 3,50,000 ഈസ് ഈക്വൽ ടു 8.57 ടൈംസ്. ഇതൊരു ഹൈ റേഷ്യോ ആണ്. ഹൈ റേഷ്യോ എന്ന് പറയുന്നത് നല്ല ബെറ്റർ ഫിനാൻഷ്യൽ പൊസിഷനാണ്, ഫേവറബിൾ ക്രെഡിറ്റ് പോളിസിയാണ്. ബെറ്റർ ഫിനാൻഷ്യൽ പൊസിഷൻ നമുക്ക് അറ്റൈൻ ചെയ്യാൻ സാധിക്കും. അതായത് നമുക്ക് നല്ല ഒരു പോളിസി ആണ് എന്ന് പറയാൻ സാധിക്കും എന്നാണ് ഇതിൻ്റെ അർത്ഥം. അതായത് ക്രെഡിറ്റ് പോളിസി എന്താ പറയുക, ഹൈ ആണ്. ഹൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ക്രെഡിറ്റ് പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡെപ്റ്റേഴ്സായിട്ട് ബന്ധപ്പെട്ട് നല്ല പോളിസി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ ക്യാഷ് കളക്ട് ചെയ്യാൻ പറ്റുന്നൊരു പോളിസിയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കേട്ടോ. മൂന്നാമതായിട്ട് നമുക്ക് പറയുന്നത് ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ ആണ്. ഇതിൻ്റെ ഓപ്പോസിറ്റാണ് DTRന് ഓപ്പോസിറ്റാണ് CTR. ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ ഈസ് ഈക്വൽ ടു, ഞാനിത് മാറ്റുന്നില്ല, ഇത് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദാറ്റ് ഈസ് ക്രെഡിറ്റ് പർച്ചേസ് ഡിവൈഡഡ് ബൈ ആവറേജ് ക്രെഡിറ്റേഴ്സ്. ഇതിൻ്റെ ഓപ്പോസിറ്റ്. അപ്പോൾ ക്രെഡിറ്റ് പർച്ചേസസ് ഡിവൈഡ് ബൈ എന്താണ്? ആവറേജ് ക്രെഡിറ്റേഴ്സ്. ഇനി ഇവിടെ നമ്മൾ ബാലൻസ് ഷീറ്റിൽ നോക്കുക, നമ്മുടെ പർച്ചേസ്, നമുക്ക് പർച്ചേസസ് തന്നിട്ടുണ്ടോ എന്ന് നോക്കുക. ബാലൻസ് ഷീറ്റിൽ നമുക്ക് തന്നിട്ടില്ല. സെയിൽസ് തന്നിട്ടുണ്ട്, ഗ്രോസ് പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. അത് വെച്ച് നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും. പർച്ചേസ് കണ്ടുപിടിക്കേണ്ടി വരും. Cost of sales plus closing stock, that is credit purchase is equal to cost of goods sold or cost of sales plus closing stock minus opening stock. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നത് കോസ്റ്റ് ഓഫ് സെയിൽസ് എത്രയാണ്? കോസ്റ്റ് ഓഫ് സെയിൽസ് നമ്മൾ കണ്ടുപിടിച്ചിരുന്നത് എത്രയാണ്? 24 lakhs. 24 lakhs ആണ് നമ്മുടെ കോസ്റ്റ് ഓഫ് സെയിൽസ്. പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് നമ്മുടെ ബാലൻസ് ഷീറ്റിലെ സ്റ്റോക്കാണ്. ബാലൻസ് ഷീറ്റിലെ സ്റ്റോക്ക് എത്രയാണ്? ക്ലോസിംഗ് സ്റ്റോക്ക് എത്രയാണ്? 2 lakhs. ബ്രാക്കറ്റ് ഇടുക. മൈനസ് ഓപ്പണിംഗ് സ്റ്റോക്ക് നമുക്ക് താഴെ തന്നിട്ട് എത്രയാണ്? 1,60,000.
അപ്പോൾ 24 lakhs plus 2 lakhs, that is 26 lakhs. 26 lakhs minus 1,60,000. അപ്പോൾ 26 lakhs നിന്ന് ഒന്ന് പോയി കഴിഞ്ഞാൽ 25 lakh. അപ്പോൾ 24,40,000. ഇതാണ് നമ്മുടെ എന്തായിട്ട് വരിക, പർച്ചേസസ് ആയിട്ട് വരിക. അല്ലെങ്കിൽ നമുക്കതിനെ ക്രെഡിറ്റ് പർച്ചേസ് എന്നുള്ള രീതിയിൽ എടുക്കാം. എന്താ കാരണം, നമുക്ക് വേറെ ക്രെഡിറ്റ് പർച്ചേസ് കാണാനുള്ള വേറെ ടെക്നീക്സ് ഒന്നും തന്നിട്ടില്ല. 24,40,000. ഇനി ഡിവൈഡഡ് ബൈ ആവറേജ് ക്രെഡിറ്റേഴ്സ്. ആവറേജ് ക്രെഡിറ്റേഴ്സ് നമുക്കറിയാം, വേറെ മാർഗ്ഗമൊന്നുമില്ല. ഓപ്പണിംഗ് ക്രെഡിറ്റേഴ്സ് തന്നിട്ടില്ല, ആകെ ഒരു ക്രെഡിറ്റേഴ്സ് തന്നിട്ടുള്ളൂ. ആ ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത് 3 lakhs ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ക്ലോസിംഗ് ക്രെഡിറ്റേഴ്സ്, ഇവിടെ എന്ത് ചെയ്യണം, ക്ലോസിംഗ് ക്രെഡിറ്റേഴ്സ് ഇടണം. ദാറ്റ് ഈസ് 3 lakhs ഈസ് ഈക്വൽ ടു നമ്മുടെ റിസൾട്ട് വരുന്നത് 8.13 times. ഇതും നല്ല ബെറ്റർ കണ്ടീഷനാണ്. റീസണബിൾ ക്രെഡിറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. 8.13 times എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം റീസണബിൾ ക്രെഡിറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ റീസണബിൾ ക്രെഡിറ്റ് നമ്മൾ അലൗ ചെയ്യുന്നുണ്ട്, ഇവിടെ റീസണബിൾ ക്രെഡിറ്റ് നമുക്ക് റിസീവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ കുട്ടികൾ കൃത്യമായിട്ട് ആ റേഷ്യോസ് എഴുതുന്ന സമയത്ത് തന്നെ പഠിക്കണം. എന്നാലാണ് നമുക്ക് കൃത്യമായിട്ട് അതിന് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. ഇത് നെക്സ്റ്റ് അടുത്ത റേഷ്യോ എന്ന് പറയുന്നത് നെക്സ്റ്റ് റേഷ്യോ ഈസ് ടോട്ടൽ അസറ്റ് ടേൺ ഓവർ. നാലാമത്തെ പോയിന്റ്, ടോട്ടൽ അസറ്റ്സ് ടേൺ ഓവർ റേഷ്യോ ആണ്. അതിൻ്റെ റേഷ്യോ ആദ്യം തന്നെ എഴുതി വയ്ക്കുക. സെയിൽസ് അല്ലെങ്കിൽ ടേൺ ഓവർ ഡിവൈഡ് ബൈ ടോട്ടൽ അസറ്റ്സ്. അപ്പോൾ ഇവിടെ സെയിൽസ് നമുക്കറിയാം, നേരത്തെ തന്നിട്ടുണ്ട്. എത്രയാണ്? 30 lakhs ആണ്. ഇവിടെ ടേൺ ഓവർ എന്ന് പറയുന്ന സമയത്ത് കുട്ടികൾ ആലോചിക്കേണ്ട എപ്പോഴും സെയിൽസ് എന്നുള്ളതാണ് അതിൻ്റെ മീനിങ് വരിക. വളരെ അപൂർവം സമയത്താണ് ടേൺ ഓവർ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആയിട്ട് എടുക്കുള്ളൂ. അതൊരു സമയം നമ്മുടെ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ കാണുമ്പോൾ ടേൺ ഓവർ നമ്മൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആയിട്ടാണ് എടുക്കുക. ശ്രദ്ധിക്കുക. ടോട്ടൽ അസറ്റ്സ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ലയബിലിറ്റീസ് ആണ്. ബാലൻസ് ഷീറ്റിൻ്റെ ടോട്ടൽ നോക്കിയാൽ മതി. ദാറ്റ് ഈസ് 12 lakh ഈസ് ഈക്വൽ ടു എത്രയാണ്? 2.5 times. 2.5 times ആണ്. 2.5 times എന്ന് പറയുന്നത് എഫിഷ്യൻറ്റ്. ദാറ്റ് ഈസ് ദ മാനേജ്മെൻറ്റ് ഈസ് എഫിഷ്യൻറ്റ്. ഹൈലി എഫിഷ്യൻ്റ് എന്ന് പറയാൻ പറ്റില്ല. മാനേജ്മെൻറ്റ് ഈസ് എഫിഷ്യൻറ്റ് ഇൻ ദ യൂട്ടിലൈസേഷൻ ഓഫ് എന്താണ്? യൂട്ടിലൈസേഷൻ ഓഫ് ടോട്ടൽ അസറ്റ്സ് ഫോർ ടേൺ ഓവർ അല്ലെങ്കിൽ എന്താണ്? സെയിൽസ് എന്ന് വേണമെങ്കിൽ പറയാം. അഞ്ചാമത്തെ രണ്ടെണ്ണം കൂടി നമുക്ക് ഉണ്ട്. 7 റേഷ്യോസ് ഉണ്ട്. ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ. ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ ആണ്. ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ. ഇതിൽ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇതിലും കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡിവൈഡ് ബൈ അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് സെയിൽസ് ഡിവൈഡഡ് ബൈ ഫിക്സഡ് അസറ്റ്. കോസ്റ്റ് ഓഫ് സെയിൽസ് നമ്മൾ നേരത്തെ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. 24 lakhs എന്നാണ് എൻ്റെ ഓർമ്മ. 24 lakhs എന്നാണ് ഓർമ്മ. 24 lakhs. ഇനി ഫിക്സഡ് അസറ്റ് നമ്മൾ നോക്കുക. നമ്മുടെ ബാലൻസ് ഷീറ്റിൽ നോക്കുക. ഫിക്സഡ് അസറ്റ്സ് 2 items ആണ്. ഒന്ന് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഉണ്ട്, പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻ്റ് ഉണ്ട്. 3,50,000 ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിനും പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ് 2,50,000 ആണ്. രണ്ടും കൂടി 6 ലക്ഷം. That is 3,50,000 plus 2,50,000. അപ്പോൾ ഒന്നുകൂടി നമുക്ക് എഴുതാം. 24 lakhs divided by 6 lakhs.
അപ്പോൾ ആൻസർ കൃത്യമാണ്. എത്രയാണ് വരിക? 4 times is equal to 4 times. 4 times എന്ന് പറയുമ്പോൾ കമൻറ്റ് ചെയ്യാൻ നമുക്ക് 4 times എന്ന് പറയുന്നത് എന്താ പറയുക, ഹൈ റേഷ്യോ ആണ്. ബെറ്റർ യൂട്ടിലൈസേഷൻ ഓഫ് ഫിക്സഡ് അസറ്റ് ആണ്. ഇവരുടെ ഈ കമ്പനിയിൽ ഫിക്സഡ് അസറ്റ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട്, വളരെ നന്നായിട്ട് ഈ കമ്പനി എന്ത് ചെയ്യുന്നു, യൂട്ടിലൈസ് ചെയ്യുന്നു. ഇനി ഒരു റേഷ്യോ കൂടി നമുക്ക് കാണാം. ഇതിൽ ഇത്ര റേഷ്യോ കാണണം അല്ലെങ്കിൽ 5 റേഷ്യോ കാണണം എന്ന് നിർബന്ധമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ 7 റേഷ്യോ ഉണ്ടെങ്കിൽ 7 കാണണം എന്നുള്ളതാണ്. അപ്രധാനമായിട്ടുള്ള 1-2 റേഷ്യോ വിട്ടുപോയാലും കുഴപ്പമില്ല. 6ാമത്തെ റേഷ്യോ വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ. വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ. വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് സെയിൽസ് ഡിവൈഡഡ് ബൈ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. കോസ്റ്റ് ഓഫ് സെയിൽസ് നമുക്കറിയാം 24 lakhs ആണ്. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്, ഇവിടെ നമുക്ക് കുട്ടികൾക്ക് അറിയണമെങ്കിൽ എങ്ങനെ എഴുതിക്കോ അല്ലെങ്കിൽ എങ്ങനെ മനസ്സിലാക്കിക്കോ, CA മൈനസ് CL. CA മൈനസ് CL എന്ന് പറയുമ്പോൾ 24 lakhs ഡിവൈഡഡ് ബൈ നമ്മുടെ കയ്യിലുള്ള CA എന്ന് പറയുന്നത് 350, 250, 3,50,000, 2 ലക്ഷം പ്ലസ് 50,000. ഇതാണ് 3 ഐറ്റം. എങ്ങനെയൊക്കെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വരുന്ന ഐറ്റംസ് കുട്ടികൾക്ക് ശ്രദ്ധിക്കാം. സ്റ്റോക്ക്, ഡെപ്റ്റേഴ്സ്, ബാങ്കാണ്. മനസ്സിലായല്ലോ? സ്റ്റോക്ക്, ഡെപ്റ്റേഴ്സ്, ബാങ്ക് മൈനസ് 3 lakh കറണ്ട് ലയബിലിറ്റി, സൺട്രി ക്രെഡിറ്റേഴ്സ്. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് 24 lakhs ഡിവൈഡ് ബൈ 3 lakhs. അപ്പോൾ 8 അല്ലേ, 8 times ആണ് വരുന്നത്. 8 times വന്നാൽ എന്താണ്, ഹൈലി എഫിഷ്യൻ്റ് ആണ്. ഹൈലി എഫിഷ്യൻറ്റ് ഇൻ യൂട്ടിലൈസേഷൻ ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. ഇതാണ് ഈ ക്വസ്റ്റ്യൻ.